വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് തോന്നും ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ചിലവഴിച്ചാൽ അതൊരു സുഖമാണല്ലോ. നമ്മളെല്ലാവരും കൂടെ ഉള്ള സമയത്ത് നമുക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് റിലാക്സ് ആവാനൊക്കെ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ബീച്ചിലൊക്കെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നതാണല്ലോ. പക്ഷേ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബീച്ചിലേക്ക് പോകണമെന്നുള്ള ചിന്ത വരുമ്പോൾ ഈ വെയിലും കാര്യങ്ങളും തിരക്കും ഒക്കെ കാണുമ്പോൾ പിന്നെ ഇട്ട് വരാനും തോന്നില്ല കേട്ടോ. തിരക്കൊന്നുമില്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള ബീച്ചിൻ്റെ ഭാഗമാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു ഭാഗമുണ്ട്. അവിടേക്ക് നമുക്ക് തീരെ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തിരക്ക് അവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്വസ്ഥ സമാധാനപരമായിട്ട് ഇരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ കിട്ടില്ല കേട്ടോ. ഇത് ബീച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ചെറിയൊരു പാർക്കും അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞ് ഒന്ന് റിലാക്സ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എനിക്ക് വന്നിരിക്കുന്നതൊക്കെ ഒരു സുഖമാണ്. എപ്പോഴും ഞാൻ ഈ ഭാഗത്തേക്ക് വരാനാണ് കേട്ടോ ആഗ്രഹിക്കാറും. ഇവിടെ ആകുമ്പോൾ മക്കൾക്ക് കളിക്കാനായാലും എല്ലാത്തിനും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദാ വെക്കേഷൻ ടൈം ആയപ്പോൾ ഈ മക്കളൊക്കെ ഈ കാറൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ മക്കൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ കയറി ഒന്ന് സവാരി അടിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ എൻ്റെ മക്കൾക്കും ഇതൊക്കെ തന്നെ ഈ കാറും കാര്യവും. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കാറും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഓടിക്കാനുള്ള ഇതുപോലത്തെ വണ്ടിയും കാര്യമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇവർക്കൊരാഗ്രഹങ്ങൾ കൂടും. ഇവിടെയൊക്കെ എത്തിയിട്ടൊന്ന് വണ്ടിയിൽ കയറാനും അതുപോലെ തന്നെ മാളിലൊക്കെ പോയാൽ കുട്ടികൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജീപ്പൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കയറാനൊക്കെ ഇവർക്കൊരാഗ്രഹമായിരിക്കും. ഇനി എന്ത് സാധനം വീട്ടിലുണ്ടെങ്കിലും അതേ സാധനം പുറത്ത് ഇവർ കാണുകയാണെങ്കിൽ ഇവർക്ക് അത് വേണ്ടി വരും. അതാണല്ലോ കുട്ടികളൊരു മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ആൾ ഇതുപോലെ ഒരു താറാവിൻ്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണേ, ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ മക്കളൊക്കെ ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്നതൊക്കെ കണ്ടപ്പോഴും മൂപ്പർക്ക് അങ്ങോട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവർക്കൊരു സന്തോഷം കിട്ടുന്നത് പറയുന്നത്. അവർ കളിക്കേണ്ട ഒരു പ്രായത്ത് നമ്മളിങ്ങനെ കുറേയൊക്കെ പിടിച്ച് വെച്ചിട്ടും കാര്യമില്ല. അവർ കുറച്ചൊക്കെ നമ്മൾ അവരുടേതായ ഇഷ്ടത്തിനും വിട്ടു കൊടുക്കണം. പക്ഷേ എനിക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവരെ തുറന്നു വിടുകയെന്ന് അല്ലെങ്കിൽ ഇവരെ ഇതിന് വിട്ടു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു പേടിയാണ് കേട്ടോ. എന്തെങ്കിലും പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ബീച്ചിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇവരെങ്ങോട്ട് ബീച്ചിലേക്കൊക്കെ വന്നാൽ ഇവരെങ്ങോട്ടെങ്കിലും ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ പറ്റിക്കുമോന്നോ, ഇവരെ കാണാണ്ടായി പോകുമെന്നോ, തിരക്കൊക്കെ ഉള്ള സമയമൊക്കെ ആകുമ്പോൾ കാണാണ്ടായി പോകുമോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിൻ്റെ മേലെ കൊണ്ട് നടക്കും, എങ്ങോട്ടും വിടൂല. ഇവർക്കൊന്ന് ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും സംഭവം നമ്മൾ ഇവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളെ പേടി കൊണ്ടോ എന്തോ ഇവരെ എങ്ങോട്ടും വിടാനും തോന്നില്ല, ഒന്നിനും തോന്നില്ല കേട്ടോ. ഇവിടെ ഇയാൾ താറാവിൻ്റെ മേലെ കളിക്കുന്ന സമയത്ത് മൂത്തയാൾ ഇതാ വേറെ എന്തൊക്കെയോ കാര്യത്തിലേക്ക് ഓടി കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാളെ നോക്കണം, ഇയാളെ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ പേടിയുള്ള കാര്യമാണ്. കാരണം വെള്ളം എന്നെ സംബന്ധിച്ച് ഭയങ്കര പേടി. അതുകൊണ്ട് എൻ്റെ പേടി ഈ മക്കളിലേക്കും ഞാൻ ആ ഒരു പേടി ഇങ്ങനെ എത്തിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു കണക്കിന് വിടാറില്ല. ഈ മൂത്തയാൾക്ക് ഇതുപോലെ തന്നെയാണ്. വെള്ളം കണ്ടാൽ പിന്നെ ഒരു ബോധവും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പുറകെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് ആളിങ്ങോട്ട് കയറാനേ കൂട്ടാക്കുന്നില്ല. മാക്സിമം അതിൽ നിന്ന് കളിക്കുക എന്നുള്ളതാണ് കേട്ടോ അവൻ്റെ ആഗ്രഹം. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ തിരയിൽ കളിക്കുന്നതും അതിലിതാവുന്നതൊക്കെ അവർക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പേടി കാരണം ഇവരൊന്നിനും വിടാൻ തോന്നില്ല കേട്ടോ. പിന്നെ അതിനുശേഷം രണ്ടാളോട് പിന്നെയും ഇതുപോലെയുള്ള ഇതിൻ്റെ മേലൊക്കെ കയറി ഉരുകി കളിക്കുകയാണ് കേട്ടോ. ഭയങ്കര ആവേശത്തിലാണ്. എൻ്റെ ചെറിയ ആൾ ഇങ്ങനത്തെ ഇതിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് കയറുകയാണേ. അതിൻ്റെ ഒരു ആകാംക്ഷയും സന്തോഷമൊക്കെ വേറെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം രണ്ടാളും കൂടെ ഇങ്ങനെയൊക്കെ കയറുന്നതും കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളിതിങ്ങനെ കുറേയൊക്കെ നോക്കി മക്കളിങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉരുകി വരുമ്പോഴുള്ള സന്തോഷം ഒന്ന് നോക്കണം. ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ ആൾ. അങ്ങനെ
ആണ് നമ്മുടെ ആ ഒരു ബീച്ചിലുള്ള എക്സ്പീരിയൻസാണിത്. ശരിക്കും മക്കൾക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മൾ വീട്ടിലൊക്കെ ഇട്ട് വളർത്തുമ്പം അല്ലെങ്കിൽ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും കേട്ടോ. പക്ഷേ ഇതുപോലെ നമ്മൾ എന്താ പറയുക, അവരവരുടേതായ രീതിയിലൊന്ന് കളിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ അതിനൊരു കൺട്രോൾ തന്നെ വെക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു അവർ കുറച്ച് കളിക്കട്ടെ, അവരെ ഇഷ്ടം പോലെ ഒന്ന് ആഘോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ശരിക്കും ഇവിടെ കൊണ്ടുവന്നത്. ഞാനും പറഞ്ഞു എന്നാൽ പിന്നെ അവരൊന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമെങ്കിലും കയറി അവരെ അങ്ങോട്ട് ആഘോഷിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ഈ ജീപ്പിലൊക്കെ കണ്ടപ്പോൾ ജീപ്പ് കയറണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് രണ്ടാളെയും ജീപ്പിലൊക്കെ കയറ്റി അതിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഒക്കെ ഭയങ്കര ആവേശമാണ് കേട്ടോ. ചിരിയും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അവർക്ക്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ പോകുന്നത് കാണാൻ നല്ല സുഖമാണ്. അവരിങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോഴേ നല്ല ഒരു സുഖമാണ്. ഇതേ സെയിം മോഡൽ വണ്ടി ശരിക്കും നമ്മൾ വീട്ടിൽ സംഭവം വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വണ്ടികളും കാര്യമൊക്കെ കാണുമ്പം വീട്ടിൽ ഇനി എന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് പ്രധാനം ഇതിങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കയറണം, അല്ല ഇതുപോലത്തെ ജീപ്പിലും കാര്യങ്ങളിലൊക്കെ കയറണം എന്നൊക്കെ ഉള്ളൊരിത് പ്രത്യേകത ആയിരിക്കുമല്ലോ മക്കൾക്ക്. അത് ഇവർക്കും എൻ്റെ ഈ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട് വണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ആവേശത്തിൽ തന്നെയാണ് അവർ. ഏട്ടനും അനിയനും കൂടെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് പോവുകയാണ്. അതിനിടയ്ക്ക് എന്തൊക്കെയോ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ കാര്യങ്ങൾ എന്ന് പറയുകയാണ്. അവർ ചെറുപ്പത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നതേ ഉള്ളൂ. പിന്നീട് ഓരോ സമയം വലുതാവുന്നതിനനുസരിച്ച് കാര്യങ്ങളും ഇഷ്ടങ്ങളും മാറും. ഇപ്പം നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ, ആഘോഷിക്കട്ടെ. അവരെ സന്തോഷങ്ങൾ സമാധാനപരമായിട്ട് അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു ബന്ധത്തിൽ മക്കൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം.